പണ്ട് സ്കൂള് വിട്ട് വരുമ്പം അമ്മ സ്ഥിരമായി ഉണ്ടാക്കാറുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാനായി ഒരു മിക്സിയിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി, അരക്കപ്പ് ഇടിയപ്പപ്പൊടി, അരക്കപ്പ് തേങ്ങ, അരക്കപ്പ് ശർക്കര എല്ലാം ഒരേ അളവിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാൾനട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതുള്ള വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഈ പൊടികളൊക്കെ നന്നായി മിക്സായാൽ മതി കേട്ടോ. ഈ നട്ട്സൊന്നും അധികം പൊടിയേണ്ട ആവശ്യമില്ല, കുറച്ച് കടിക്കാനൊക്കെ കിട്ടിയാൽ നല്ലതാണ്. ഇപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ കൂട്ട് വെച്ച് തന്നെ നമുക്ക് എണ്ണയിലും ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. നല്ല നെയ്യപ്പം പോലെ ഉണ്ടാവും. ഇപ്പം ഞാനിത് ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് സമയം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഈ പലഹാരം പണ്ട് അച്ഛൻ്റെ വീട്ടിൽ പോയാൽ വല്യമ്മ ഉണ്ടാക്കി തരും കേട്ടോ, അച്ഛൻ്റെ ചേച്ചി. ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാറ് നല്ല നെയ്യപ്പം. അതും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഈ കാണുന്ന നിങ്ങളും ഇതുപോലെ കഴിച്ചിട്ടുണ്ടാവും അല്ലേ?